സാമുവേൽ തുണ്ടിയിൽ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും ആത്മീയ എഴുത്തിലും ശ്രദ്ധേയനായ വ്യക്തി. പൂന പേപ്പൽ സെമിനാരിയിലെ പഠനത്തിന് ശേഷം ആത്മീയ ചിന്തകൾ എഴുത്തിലൂടെയും ക്രിസ്തീയ ഗാനങ്ങളിലൂടെയും പങ്കുവച്ച അദ്ദേഹം ഓർമ്മകളുടെ നൈവേദ്യം, വികാരങ്ങളുടെ വിശുദ്ധീകരണം എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ഇന്നത്തെ ആത്മീയ രേഖകൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസയാത്രയുടെ ചില അധ്യായങ്ങളാണ്. ഞാൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് 7 മക്കൾ, അതിൽ 6ാമത്തെ മക്കളാണ് ഞാൻ. 1934 എൻ്റെ ജനനം. പിന്നീട് 1953 ഞാൻ ESLC പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം തിരുവനന്തപുരത്ത് മൈനർ സെമിനാരിയിൽ വൈദികനാകുവാൻ പഠിക്കാനായി പോയി. 2 വർഷം മൈനർ സെമിനാരിലെ പഠനത്തിന് ശേഷം പൂന പേപ്പൽ സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിക്കുവാനായി പോയി. അവിടെ ഫോറിൻ ഫാദേഴ്സായിരുന്നു എൻ്റെ പ്രൊഫസേഴ്സും സ്പിരിച്വൽ ഫാദേഴ്സും. 1962 ഒക്ടോബർ 3 ഞാനൊരു വൈദികനായി അഭിഷിക്തനായി. അത് പൂനയിൽ വെച്ച് തന്നെയായിരുന്നു. 1963 ഞാൻ തിരുവനന്തപുരത്ത് വന്നു. അവിടെ മൈനർ സെമിനാരിയിൽ വൈസ് റെക്ടറായിട്ട് പഠിക്കുന്നതായ വൈദിക വിദ്യാർത്ഥികളെ ലത്തീന്, സുറിയാനി, ഇംഗ്ലീഷ് മുതലായ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പാറശാല, കൊടയാൽ, കരിമാനൂർ ഇങ്ങനെയുള്ള 3 സ്ഥലത്ത് വികാരിയായിട്ട് പോയി ചുമതല വഹിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് 4 വർഷത്തിന് ശേഷം ഞാൻ വടക്ക് ഭാഗത്ത് പത്തനംതിട്ട ഭാഗത്തുള്ള പല ഇടവകളിലും ചുമതല വഹിച്ചു. (1998) നവംബർ മാസത്തിൽ മാവേലിക്കര പുന്നമൂട് ഇടവകയുടെ ചുമതല വഹിക്കുമ്പോൾ ഞാനൊരു ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഓട്ടോ കാറുമായി കൂട്ടിയിടിച്ച് എൻ്റെ 2 കാലും ഒടിഞ്ഞ് തല സിവിയറായി പൊട്ടിക്കേറി ദിവസങ്ങളോളം പുഷ്പഗിരി ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ ആരോഗ്യം തീരെ മോശമായ സാഹചര്യത്തിൽ 2002 ഞാൻ തിരുവനന്തപുരത്ത് പ്രായമായ വൈദികർക്ക് വേണ്ടിയും സുഖമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതായ വൈദിക മന്ദിരത്തിൽ ഞാൻ താമസിക്കുവാനായിട്ട് വന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ച് എനിക്ക് സന്ധിവാതം വരികയും വളരെ ഗൗരവമായ അവസരത്തിൽ അത് സുഖമാകുമെന്ന് തന്നെ സംശയമായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ അനന്തമായ കൃപയിൽ ഞാൻ സുഖം പ്രാപിച്ചു. ആ അവസരത്തിലാണ് എനിക്ക് എൻ്റെ ഒരു ജീവചരിത്രം എഴുതണം എന്ന് തോന്നിയത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെപ്പറ്റി ഒരറിവ് മറ്റുള്ളവർക്ക് കിട്ടുവാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവചരിത്രം, ഓർമ്മയായ കാലം മുതലുള്ളതായ വിവരങ്ങളെല്ലാം ആ പുസ്തകത്തിൽ എഴുതി ഓർമ്മകളുടെ നൈവേദ്യം എന്ന പേരിൽ ഞാൻ അത് പ്രസിദ്ധം ചെയ്തു. അത് എൻ്റെ വൈദികനായി 50ാമത്തെ വർഷത്തിലാണ് ഞാനത് പ്രസിദ്ധം ചെയ്തത്. അതിനുശേഷം പിന്നീട് ഒരു പുസ്തകം കൂടി എഴുതുവാനായിട്ട് എനിക്ക് താല്പര്യം തോന്നി. അങ്ങനെ വികാരങ്ങളുടെ വിശുദ്ധീകരണം എന്നുള്ള ഒരു പുസ്തകം ബിബ്ലിക്കലായിട്ട് ഞാൻ എഴുതി. അതിൽ 15 നെഗറ്റീവ് വികാരങ്ങൾ, നിഷേധാത്മകമായ വികാരങ്ങൾ, എങ്ങനെ അതിനെ ബിബ്ലിക്കലായിട്ട് പോസിറ്റീവാക്കാം എന്ന് ഉള്ള ഒരു ഉദ്ദേശത്തിൽ ആ പുസ്തകം ഞാൻ എഴുതി പബ്ലിഷ് ചെയ്തു. ആ പുസ്തകം
വളരെയേറെ സ്വീകാര്യമായിരുന്നു പലർക്കും. പല മഠങ്ങളിലും അത് സ്പിരിച്വൽ റീഡിങ്ങിന് വായിക്കുകയുണ്ടായി. പല സ്ഥലത്തും അത് യുവജനങ്ങൾക്ക് പ്രയോജനമായിരുന്നു. നെഗറ്റീവ് വികാരങ്ങളെ പോസിറ്റീവാക്കുന്നത് എന്നതിൻ്റെ എല്ലാ മാനസികവും അതിൻ്റേതായ ആത്മീയമായ വശങ്ങളെക്കുറിച്ച് ബിബ്ലിക്കലായിട്ട് ഞാനത് അനലൈസ് ചെയ്ത് ആ പുസ്തകം ഇറക്കിയത് പലർക്കും ഉപകാരപ്രദമായി. ഓർമ്മകളുടെ നൈവേദ്യം എന്നുള്ള പുസ്തകം ഞാനത് പ്രസിദ്ധം ചെയ്തത് എനിക്ക് വൈദികനായതിൻ്റെ 50ാമത്തെ വർഷം. ആ വർഷത്തിലായിരുന്നു ഞാനത് പ്രസിദ്ധം ചെയ്തത്. അത് ഞാൻ പ്രസിദ്ധം ചെയ്യുന്ന അവസരത്തിൽ നാലാഞ്ചിറ സ്നേഹഭവനിൽ വന്നിട്ട് അവിടെയുള്ള പാവങ്ങൾക്ക് എല്ലാം ഞാൻ ഉച്ചഭക്ഷണം കൊടുത്ത ശേഷം ഞാൻ വിളിച്ച ഒരു 200 ആളുകൾക്കൂടെ എൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പി കൊടുക്കുകയുണ്ടായി. ആ പുസ്തകം എഴുതുന്നതിന് എനിക്ക് വലിയ പ്രയാസം തോന്നിയില്ല. എൻ്റെ ചെറുപ്പകാലം മുതൽ ആ കാലയളവിൽ പട്ടിണിയും പ്രയാസമുള്ള കാലയളവായിരുന്നു. കാളവണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലയളവിൽ. അന്ന് മുതലുള്ളതായ എൻ്റേതായ ജീവിതവും കുടുംബത്തിൽ സാമ്പത്തികമായ പ്രയാസവും പഠിക്കുന്ന അവസരം ഉച്ചഭക്ഷണം പോലുമില്ലാതെ കിണറ്റിലെ വെള്ളം മാത്രം കുടിച്ച് അങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ പഠിച്ചത്. പിന്നീട് തുടർച്ചയായി പഠനത്തിൽ ഞാൻ ഏറ്റവും സമർത്ഥനായിരുന്നു. കാരണം എൻ്റെ അമ്മച്ചി രാത്രി 3 മണിയാകുമ്പോൾ കോഴി കൂകുമ്പോൾ എന്നെ വിളിച്ചുണർത്തുമായിരുന്നു. അങ്ങനെ തറയിലിരുന്ന് പുക തുപ്പുന്നതായ ചെറിയ വിളക്കിൻ്റെ അടുത്തിരുന്ന് ഞാൻ പഠിച്ചു. എന്നോടൊപ്പം എൻ്റെ അനുജനും പഠിക്കാനുണ്ടായിരുന്നു. സ്കൂളിൽ ഏറ്റവും സമർത്ഥരായി പഠിച്ചതിൻ്റേതായ വിവരങ്ങൾ. അതിനുശേഷം നല്ല ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അന്നത്തെ കാലം ESSLC ആണ് പഠിച്ചത്. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ കാലയളവിൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് പാസ്സായി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ഒരു ദൈവത്തിൻ്റെ അനന്തമായ കരുണയും കൃപയും മാത്രമാണ് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഈ തുടർച്ചയായിട്ട് എൻ്റെ ചിന്തകളെല്ലാം വരികയും ഇരുന്ന സ്ഥലങ്ങൾ പള്ളികളിലെയും അവിടെയുണ്ടായ ചില പ്രതിബന്ധങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എൻ്റേതായ വൈദിക ജീവിതത്തിലുണ്ടായ ചില പരീക്ഷകൾ, പ്രത്യേകിച്ച് ചില സ്ത്രീജനങ്ങളിൽ നിന്ന് എൻ്റെ വൈദിക വിളിയെ തടസ്സപ്പെടുത്തുവാൻ ഒരാൾ ശ്രമിച്ച രംഗങ്ങളും അതിനെ അതിജീവിക്കാൻ ദൈവം തന്ന കൃപകളെക്കുറിച്ചുമൊക്കെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. ഓർമ്മകളുടെ നൈവേദ്യം എന്നുള്ള പുസ്തകവും വായിച്ചവർക്കെല്ലാം വളരെ നല്ല അനുഭവമായിരുന്നു. ഒരു വൈദികൻ്റെ ജീവിതം വളരെ സുതാര്യമായിട്ട് അതിനകത്ത് വിവരിച്ചിരുന്നു. ആ പുസ്തകം പലരും സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഒരു ചിന്ത വന്നു. യുവജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു പുസ്തകം എഴുതിയാൽ എന്താണെന്ന്. അങ്ങനെ ചിന്തിച്ചപ്പോൾ യുവജനങ്ങൾക്ക് പലപ്പോഴും പ്രശ്നമായി വരുന്ന കോപം, അഹങ്കാരം, ഭോഗാസക്തി, മദ്യപാനം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളെ കുറിച്ച് എൻ്റെ മനസ്സിൽ വരികയും ഞാൻ ആ പുസ്തകത്തിൽ ഒരു 15 നെഗറ്റീവ് വികാരങ്ങൾ, നിഷേധാത്മകമായ വികാരങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് സൂചിപ്പിക്കുകയും ബൈബിള് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെ ഈ പുസ്തകത്തെ കാണുവാനും ഈ പുസ്തകത്തെ മനസ്സിലാക്കുവാനും സാധിക്കും, എങ്ങനെ ഇങ്ങനെയുള്ളതായ നെഗറ്റീവ് വികാരങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതായിട്ടുള്ളതായ ആസ്പെക്ട്സ് ആ പുസ്തകത്തിൽ ഞാൻ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. ആ പുസ്തകമാണ് വളരെയേറെ സ്വീകാര്യമാകുകയും പല മഠങ്ങളിലും അത് ആത്മീയ വായനയ്ക്ക് വേണ്ടി ഉപകരിക്കുകയും
പല ഇടവകളിലും അത് വായിച്ച് ചെറുപ്പക്കാർക്ക് വളരെ പ്രയോജനപ്രദമായി എന്നുള്ള കാര്യം മനസ്സിലാക്കുവാനും സാധിച്ചു. രണ്ടായിരത്തി 2 ഒരു ദിവസം എൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നതായി തോന്നി. കുറേ ക്രിസ്തീയ ഗാനങ്ങൾ എഴുതാനായിട്ട്. കുറേ നേരത്തെ ഞാൻ ഒരുവിധം പാട്ട് പാടുമായിരുന്നു, പക്ഷേ പാട്ടുകളൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ എന്നോടിങ്ങനെ ഞാൻ ചിന്തിക്കാത്ത വാക്കുകളും വചനങ്ങളും ഒക്കെ ആ പാട്ടിൽ വന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം തന്നെ 1-2 പാട്ടുകൾ എഴുതാൻ തുടങ്ങി. ആ പാട്ട് അറിഞ്ഞിട്ട് പാട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരനെ ഈ വിവരം ഞാൻ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ പാട്ടുകളൊക്കെ സംഗീതം ചെയ്യിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം നാലാഞ്ചിറയുള്ളതായ ഒരു ഹൈന്ദവ സഹോദരനാണ്. അങ്ങനെ 16 പാട്ടുകൾ ഒന്നിച്ച് ഒരു CD ആക്കിയിട്ട് അത് എല്ലാം സംഗീതം ചെയ്ത് അത് പുറത്തിറക്കി. ഞാൻ ആ പുസ്തകം ഇറക്കിയ കാലയളവിൽ ഞാൻ മുടക്കിയ മുതൽ കുറേയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണ് കാസറ്റ് രൂപത്തിലാക്കിയത്. അത് എടുക്കാമെന്ന് ചില പള്ളിയിൽപ്പെട്ടവരും ധ്യാനകേന്ദ്രത്തിൽപ്പെട്ടവരും പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുക്കാനായിട്ട് റെഡിയായിരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോവിഡ് എന്ന മഹാമാരി ആരംഭിച്ചതിൻ്റെ പരിണതഫലമായി പല പള്ളികളിലെ ശുശ്രൂഷകളും ധ്യാനമന്ദിരങ്ങളിലെ പ്രവർത്തനങ്ങളും ഇല്ലാതായതുകൊണ്ട് ആ പാട്ട് ആർക്കും എടുക്കുവാൻ സാധിക്കാതെ വന്നതുകൊണ്ട് അത് അതേപടി ഇരിക്കുകയും എനിക്ക് മുടക്കിയ മുതലിനൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയും ചെയ്തു. എങ്കിലും അത് പലരും ആ പാട്ട് പിന്നീട് അത് യൂട്യൂബിൽ ഞാനത് ഇടാനായിട്ടുള്ള ക്രമീകരണം ചെയ്തു. അങ്ങനെ എൻ്റെ പാട്ടുകളെല്ലാം ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ യൂട്യൂബിൽ ഉള്ളതുകൊണ്ട് പല ആളുകളും അത് കേൾക്കുവാനും പലരും പറഞ്ഞ് അവർക്ക് വളരെ ആസ്വാദ്യകരവും പ്രയോജനകരമായി തീർന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇതാണ് അന്നത്തെ ആദ്യത്തെ പാട്ട് എഴുതുന്നതിനുള്ള ആ സാഹചര്യം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുന്ന ഒരു ഫാക്റ്റായിട്ട് തോന്നിയിട്ട് ചില പാട്ടുകളുടേതായ ശബ്ദം പോലെ എനിക്കങ്ങനെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ആ വരികൾ ഉടനെ എഴുതാൻ തുടങ്ങി. ഈ വരികൾ തുടങ്ങിയപ്പോൾ തുടർച്ചയായിട്ട് എനിക്ക് വീണ്ടും എഴുതാനുള്ളതായ ആ പ്രചോദനം. പാട്ടുകളൊക്കെ ഞാൻ ഉദ്ദേശിക്കാത്തതായ വാക്കുകൾ തന്നെ വന്ന വരികളിൽ അങ്ങനെ ക്രമപ്പെടുത്താനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് അതിൻ്റേതായ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ആലോചിച്ചല്ല വരികൾ വന്നിട്ടുള്ളത്. അതൊരു കൃത്രിമമായിട്ടുമല്ല, അതിങ്ങനെ ഒരു നൈസർഗികമായ ഒരു രീതിയിൽ അതിങ്ങനെ വരികൾ വരികയായിരുന്നു. ആദ്യത്തെ എഴുതിയപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഒത്തിരിയേറെ നല്ല കാര്യങ്ങളുണ്ടല്ലോ, അടുത്ത തലമുറ അറിയണമല്ലോ, അറിയട്ടെ എന്നുള്ളതായിരുന്നു ചിന്താഗതി. രണ്ടാമത് ഞാൻ കുറേ നാൾ സൈക്കോളജി പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സൈക്കോളജി പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ ബൈബിളും വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ പ്രയോജനപ്രദമായ ചില കാര്യം എഴുതാനായിട്ടാണ് ഉള്ളൊരു പ്രചോദനം കിട്ടി രണ്ടാമത്തെ പുസ്തകത്തിനകത്ത്. പാട്ട് എഴുതിയപ്പോൾ ദൈവിക കാര്യങ്ങൾ മാത്രം, അതിനകത്ത് പലരും സ്പർശിച്ച വാക്കുകളാണ് പറഞ്ഞാൽ വചനങ്ങളും വാക്കുകളൊക്കെ എല്ലാം ദൈവികമായിട്ടുള്ളതായ കാര്യങ്ങൾ മുഴുവൻ എഴുതിയേക്കുന്നത്. വളരെയേറെ നല്ലതായ കാര്യങ്ങൾ അങ്ങനെ വന്നിരിക്കും. വാക്കുകൾ തന്നെ അങ്ങനെ വന്ന് ദൈവികമായിട്ട് വരികയായിരുന്നു. അതിൻ്റെ പാട്ടുകൾ കേട്ട് നോക്കിയാൽ അറിയാൻ സാധിക്കുന്നത്. ഞാൻ എഴുതിയ വികാരങ്ങളുടെ വിശുദ്ധീകരണം എന്നുള്ള പുസ്തകം മുഴുവനും ഒരു ആത്മീയ ദർശനം ഉൾക്കൊള്ളുന്നതാണ്. അത് ഞാൻ പഠിച്ച ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എത്രമാത്രം മറ്റുള്ളവർക്ക് ആ ദൈവീക വെളിച്ചം പ്രയോജനപ്രദമായി തീരും എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നതുകൊണ്ട് ആ നിലയിൽ ചിന്തിക്കുവാനും ആ വിധത്തിൽ ബൈബിളിൽ ഞാൻ മുഴുവനും വായിച്ചിട്ട് ഓരോ വിഷയത്തിൻ്റെയും പ്രസക്തമായ വരികളെ ഞാൻ നന്നായിട്ട്
പഠിച്ച ശേഷം അതുകൂടെ ഉൾച്ചേർത്തുകൊണ്ട് ആ പുസ്തകം അങ്ങനെ പൂർണ്ണമാക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദൈവിക പ്രഭ എന്നിൽ വന്നു നിറഞ്ഞു. അത് എഴുതാനായിട്ട് സാധിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരധ്യായം 8, 10, 15 പേജുകൾ എഴുതാനുള്ളതായ ഒരു ശക്തി എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. ആധുനിക മാധ്യമങ്ങൾ സമൂഹത്തിൽ വ്യാപകമായതോടെ മൊബൈൽ അതുപോലെയുള്ളതായ കമ്പ്യൂട്ടർ ഇവയെല്ലാം വന്ന ശേഷം നമ്മുടെ തലമുറ ഇങ്ങനെയുള്ള മാധ്യമങ്ങളുടെയൊക്കെ അടിമയായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പഴയതുപോലെ വിലപ്പെട്ടതായ പുസ്തകങ്ങൾ ക്രിസ്തീയ സഹോദരങ്ങൾ പോലും അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ബൈബിൾ പോലും വായിക്കാതെ മറ്റുള്ള മാധ്യമങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവരുടെ ജീവിതം തള്ളി നീക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അതിന് വളരെ ചെറുപ്പം മുതൽ മാതാപിതാക്കൾ മുൻകൈ എടുത്തിട്ട് കുട്ടികളെ നല്ലതായ പുസ്തകങ്ങൾ, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ, വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കത്തക്കണം കൊടുക്കുകയും അവരെ കൊണ്ട് വായിപ്പിച്ച് അതിൽ അവർക്കൊരു താല്പര്യം, ആസക്തി വളർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവികമായിട്ടുള്ള അനുഭവം കുറഞ്ഞു പോവുകയും അതിൻ്റെ പരിണതഫലമായിട്ട് വിവാഹ ജീവിതത്തിൽ പോലും അത് നിഴലിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം വിവാഹമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധമായിട്ടുള്ളതായ ദാനമായി മനുഷ്യൻ നൽകിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണെന്നും അത് ഈ സ്ത്രീയും പുരുഷനും പവിത്രമായ ഒരു ബന്ധത്തിൽ കൂടിയാണ് വിവാഹ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസരത്തിൽ ജഡികമായി മാത്രം ചിന്തിച്ചുകൊണ്ട് അവരനെ വെറും ഭോഗ വസ്തുവായി മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെതായ ഒരു കാരണം തന്നെ വളരെ വിലപ്പെട്ടതായ പുസ്തകങ്ങളൊന്നും വായിക്കാത്തതാണൊരു കാരണം. ഒരു ക്രൈസ്തവ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി ബൈബിൾ വായിച്ചിരിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ശരിയായിട്ട് എങ്ങനെയാണ് ശരീരം എന്നാൽ എന്തത് വിശുദ്ധമാണെന്നും പവിത്രമാണെന്നും അവരുടെ ശരീരം അതുപോലെ തന്നെ ഒരു ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ആ ബോധ്യം അവർക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വളരെ നല്ല മഹാന്മാരായ ആളുകൾ വിശുദ്ധമായിട്ടുള്ളതായ നല്ലതായ പ്രചോദനം നൽകുന്ന ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വായിക്കാത്ത തലമുറ വളരെയേറെ ദോഷഫലങ്ങളിലേക്ക് പോവുകയും ഇന്ന് പലപ്പോഴും ഈ പ്രേമത്തിൻ്റെ പേരിലോ മറ്റുള്ളതായ ജഡീകമായിട്ടുള്ള ആസക്തികളുടെ പേരിലോ അവരെ നശിപ്പിച്ച് സ്വന്തം സുഖം മാത്രം ആസ്വദിക്കാനുള്ളതായ വ്യഗ്രതയിൽ നമ്മുടെ സമൂഹം കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ 2 പുസ്തകത്തിലും ഒന്നാമത്തെ പുസ്തകത്തിൽ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പുസ്തകം മുഴുവനും അതിൻ്റെ ഓരോ വിഷയങ്ങളെടുത്താൽ ഭയത്തെക്കുറിച്ച് ഒരധ്യായമുണ്ട്. ഇവിടെയെല്ലാം ഭയങ്ങൾ ഏതെല്ലാം തലത്തിലുണ്ടാകുന്നു എന്ന് ബിബ്ലിക്കലായിട്ട് ഞാനത് കണ്ടുപിടിച്ചിട്ട് അത് മുഴുവൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അഹങ്കാരത്തെക്കുറിച്ച്, ഭോഗാസക്തിയെക്കുറിച്ച്, അസൂയയെക്കുറിച്ച്, അഹങ്കാരത്തെക്കുറിച്ച്, ഇങ്ങനെ ഓരോ വിഷയങ്ങളെയും ബൈബിളിൽ ഈ കാര്യങ്ങൾ എവിടെയെല്ലാം ഏതെല്ലാം അധ്യായത്തിൽ ഏതെല്ലാം വാക്യങ്ങളിൽ എവിടെയൊക്കെ ഇത് പ്രസ്താവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമായി എല്ലാ അധ്യായങ്ങളിലും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുഴുവനും വായിച്ചാൽ വാസ്തവത്തിൽ ഒരു വലിയ അറിവ് ഈ വിഷയങ്ങളെക്കുറിച്ച് ബിബ്ലിക്കലായിട്ട് ഓരോ വ്യക്തിക്കും ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ മാധ്യമങ്ങൾ കൂടി മൊബൈൽ കൂടിയൊക്കെ നല്ല ചിന്തകളൊക്കെ ഞാനത് എഴുതി പലർക്കും വായിച്ചു കൊടുക്കാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് നിഷേധാത്മകമായ മോശമായിട്ടുള്ള
ചിന്തകളും ജീവിതചര്യകളുമാണ് നാം കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന, അവനെ ഒരു പ്രസന്നതയുള്ളതായ ദൈവീക മനുഷ്യനാക്കി തീർക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ധാരാളം ചിന്തകൾ ഞാൻ മാധ്യമങ്ങൾ കൂടി, അതായത് എന്നിലുള്ള മൊബൈൽ കൂടി എഴുതിയിട്ട് എനിക്കറിയാവുന്ന പലർക്കും, അത് യുവാക്കന്മാർക്കും യുവതികൾക്കും മാതാപിതാക്കൾക്കുമെല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് ജീവിതത്തിൻ്റെ അർത്ഥതലം എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുവാനുള്ളതായ ഒരു വലിയ അവസരം അവർക്കതിൽ വഴി കിട്ടുന്നുണ്ട്. അതിൽ എനിക്കധികം സന്തോഷമുണ്ട്. അത് തുടർന്നും എനിക്ക് ആയുസ്സും ആരോഗ്യവും ഉള്ളിടത്തോളം കാലം ആ നന്മ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. അതിന് നല്ലവനായ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പാട്ടുകളിൽ പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ദൈവസ്നേഹം എന്നുള്ളത് മനുഷ്യബുദ്ധിക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഒരിക്കലും മങ്ങിപ്പോകാത്ത, മാഞ്ഞു പോകാത്ത, ഇല്ലാതാകുന്ന ഒരു സ്നേഹമല്ല. നിത്യമായി നിരന്തരമായി നമ്മെ രാവും പകലും കാത്തുകൊള്ളുന്ന, നമ്മുടെ ജീവിതത്തിന് എല്ലാ തലങ്ങളിലും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹം നമുക്ക് മറക്കാവുന്നതല്ല. ഇന്നത്തെ കാലയളവിൽ ദൈവമില്ലെന്ന് പറയുന്നവരോ നിരീശ്വരവാദികളല്ലാതെ തന്നെ യുക്തിവാദികളായിട്ടുള്ള ആളുകളൊക്കെ ധാരാളം കണ്ടുമുട്ടാം. പക്ഷേ അവർക്ക് തന്നെ അറിയാം ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങളും ഈ മനുഷ്യനെന്നുള്ളതായ ഈ അത്ഭുത ജീവി ഒരു വലിയ മിസ്റ്ററിയാണ്. അതിൻ്റെ എല്ലാം സൃഷ്ടികർത്താവായ ദൈവം എത്രമാത്രം സ്നേഹയോഗ്യനാണ് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം തന്നെയായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യമായ സ്നേഹം എത്രമാത്രമുണ്ടെന്ന് ശരിയായി ബൈബിൾ വായിച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ്. ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ അത് സംവിധാനം ചെയ്യുന്നത് നാലാഞ്ചിറ താമസിക്കുന്ന ജയചന്ദ്രൻ എന്നുള്ള ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം വളരെയേറെ ഇക്കാര്യത്തിനെ സഹായിക്കുന്നുണ്ട്. അതിന് പാടുന്ന വ്യക്തികളെ ഭൂരിപക്ഷം ആളുകളെയും അദ്ദേഹം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആണും പെണ്ണുമായിട്ടുള്ള ആളുകൾ ഇക്കാര്യത്തിൽ വേണമല്ലോ. എന്നാൽ ചില ആളുകളെ ഞാൻ അഭിപ്രായപ്പെട്ട് ഞാൻ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ പാട്ടുകളുടെ ട്യൂണുമെല്ലാം ഈ കുട്ടികൾക്ക്, ഞാൻ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് കൊടുത്തിട്ട് കുറേ പാട്ടുകൾ അങ്ങനെയും പാടിച്ചിട്ടുണ്ട്. പക്ഷെ ഭൂരിപക്ഷം പാട്ടുകളും അദ്ദേഹം തന്നെ പാടുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുക, അതിനുള്ളതായ സാമ്പത്തികമൊക്കെ ഉള്ളതായ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ സഹായിച്ചു. അങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.